റിപ്പോർട്ട് ബ്രേക്കിംഗ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പരോക്ഷ വിമർശനവുമായി EK സമസ്ത. സുന്നി പ്രസ്ഥാനത്തെ ഇകഴ്ത്തുന്ന നിലപാടുള്ളവരെ ഉയർത്തിക്കാട്ടരുതെന്ന് EK സമസ്ത വിഭാഗം ആവശ്യപ്പെട്ടു. മതപണ്ഡിതന്മാരെ വേദികളിൽ അധിക്ഷേപിക്കുന്നവരെ സ്ഥാനാർത്ഥികളാക്കരുത്, പകരം ജനപിന്തുണയുള്ള ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കളെ പരിഗണിക്കണമെന്നും SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ബിദീര റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇർഷാദ് പറഞ്ഞതൊന്ന് കേൾക്കാം. അങ്ങനെ പല ചർച്ചകളും കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലൊക്കെ ഇങ്ങനെ പേരുകൾ കാണുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥിയാവാൻ പറ്റിയ നല്ല മുഖങ്ങളുണ്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ പേരുകൾ കാണുമ്പോൾ അതിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചെന്നുള്ളൂ. ഞങ്ങളെ പ്രസ്ഥാനത്തെ, ഞങ്ങളെ പണ്ഡിതന്മാരെ പല വേദികളിലും ഇകഴ്ത്തുകയും അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന പേരുകൾ നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിൽ വരാൻ പാടില്ല എന്നുള്ള പ്രവർത്തകരുടെ വികാരം അത് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു എന്നുള്ളത്. സ്ഥാനാർത്ഥിയാക്കുമ്പോഴുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവല്ലോ, അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. KM ഷാജിയെ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം വന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ്. അരുൺ, ഇർഷാദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് KM ഷാജിയെ കാസർഗോഡ് പരിഗണിച്ചാൽ SKSSFിലെ ഒരു വിഭാഗം അതിനെതിരെ പ്രതിഷേധിക്കും. SKSSF മാത്രമല്ല, അതും ലീഗ് അനുകൂല നേതാവാണ്, സമസ്തയിലെ നേതാവാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അത് KM ഷാജിയുടെ വിജയസാധ്യതയെ തന്നെ ഒരുപക്ഷെ ബാധിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ KM ഷാജി വേണ്ട, മറ്റ് കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള നേതാക്കൾ മതി എന്നതാണോ SKSSF നേതാക്കൾ ഈ ഇർഷാദൊക്കെ പറയുന്നതിൽ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു സംസാരമുണ്ടോ മണ്ഡലത്തിൽ? അരുൺകുമാർ, നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് KM ഷാജിയെ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്ന പേരുകളിൽ ഒന്ന് KM ഷാജിയാണ് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനെതിരെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. നമ്മോട് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി അത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയത്. ജില്ലക്ക് പുറത്തുനിന്നുള്ള ഒരാൾ വരേണ്ട സാഹചര്യം നിലവിലില്ല, അതാണ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം എന്ന തരത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തന്നെ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ശക്തമായി KM ഷാജിയുടെ പേര് കാസർഗോഡ് മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ സമസ്ത EK വിഭാഗം നേതാക്കൾ, SKSSFിൻ്റെ ഒക്കെ നേതാക്കൾ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. ഇത്തരം മതപണ്ഡിതന്മാരെ, സുന്നി പ്രസ്ഥാനത്തെയൊക്കെ അപമാനിക്കുന്ന പേരുകൾ കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനെതിരെയാണ് പ്രതികരിക്കുന്നത്. അത് പ്രസ്ഥാനത്തിലെ തന്നെ പ്രവർത്തകരുടെ ഒരു പൊതുവികാരമാണ്. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്വാഭാവികമായും എതിർപ്പ് ഉയരും, ഇവിടെ ഉണ്ടായിരുന്ന ഐക്യം നഷ്ടപ്പെടും. ലീഗ് EK സമസ്തയിലെ ലീഗ് അനുഭാവ വിഭാഗം തന്നെയാണ് ഈ പ്രതികരണം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറികടന്ന് മുസ്ലിം ലീഗ് നേതൃത്വം KM ഷാജിയെ കാസർഗോഡ് എത്തിക്കുമോ, അല്ലെങ്കിൽ KM ഷാജി കാസർഗോഡ് വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ടാവുമല്ലോ, പല താല്പര്യങ്ങളായിരിക്കുമല്ലോ അതിന് പിന്നിലൊക്കെ ഉണ്ടാവുക.